കടൽ മത്സ്യം കഴിച്ചാൽ മാരക രോഗങ്ങൾ വരുമെന്ന് പ്രചരണം. ഉപജീവന മാർഗം വഴിമുട്ടി മത്സ്യമേഖല. ഒരു 10-25 വർഷത്തോളമായിട്ട് മത്സ്യമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. നമ്മളിതിപ്പോൾ ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിനിടയിൽ ഇങ്ങനൊരു സംഭവം കൊണ്ട് കച്ചവടത്തിന് ഇത്രയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു 3 ദിവസമായിട്ട് കച്ചവടം നേർപകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവിടുന്ന് ഒന്നും വരുന്നതുകൊണ്ട് ആൾക്കാർ ഭയങ്കര ഭയചിത്തരായിട്ടിരിക്കുകയാണ്. എല്ലാ മീൻ വിൽപ്പനക്കാരെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത്. മീൻ കച്ചവടം പകുതിയിലധികം താഴ്ന്നിരിക്കുന്നു. മീൻ കഴിച്ചാൽ ക്യാൻസർ വരും എന്നുള്ളതാണ് പ്രചരണം. മറ്റൊന്നുമല്ല, കപ്പൽ കടലിൽ മറിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ മീനിലേക്ക് എത്തുകയും ആ മീൻ കഴിച്ചാൽ അസുഖം വരും എന്നുള്ള രീതിയിലാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് മീൻ വാങ്ങാതായിരിക്കുന്നു. മീൻ കച്ചവടക്കാരുടെ ഉപജീവന മാർഗം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഈ സമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിഹാബ് തന്നെ ഇതിനെക്കുറിച്ച് പറയും. മത്സ്യം പിടിച്ചെടുക്കുന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കടലിൽ കുറേ അധികം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ടെന്നും അതിൽ തന്നെ 13ഓളം വരുന്ന കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളുണ്ടെന്നും ആ രാസവസ്തുക്കൾ മീൻ കഴിക്കാനിടെ മീനിലേക്ക് വന്നു ചേരാനും അതിനോടനുബന്ധിച്ച് ഈ മീൻ കഴിക്കുന്ന മനുഷ്യരിലേക്ക് വലിയ ആരോഗ്യം. ഇതിൽ വാസ്തവം എന്താണ്? ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിന് ആധികാരികമായിട്ട് അറിയിപ്പ് കൊടുക്കേണ്ട കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI ഉൾപ്പെടെയുള്ള വളരെ ഉത്തരവാദപ്പെട്ടവരും ഗഹനമായിട്ട് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഏജൻസികളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കേരളത്തിനകത്ത് ആദ്യം ഇത് തുടങ്ങിയത് ചില ഓൺലൈൻ ചാനലുകളും പിന്നീടത് മുഖ്യധാര മാധ്യമങ്ങളിൽപ്പെട്ട ഒറ്റപ്പെട്ട മാധ്യമങ്ങളും ഇത് വലിയ രീതിയിൽ പ്രചരണം കൊടുത്തിരുന്നു. ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധമായി നിൽക്കുന്ന മേഖലയിൽ അനുബന്ധമായി നിൽക്കുന്ന തൊഴിലാളികളെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം. ശരി, ഈ രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അതായത് ഈ രാസവസ്തുക്കൾ കടലിൽ കലർന്നുവെന്നും ഈ മത്സ്യം കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുമെന്നുള്ള രീതിയിലുള്ള പ്രചരണം മൂലം ധാരാളം ആളുകൾ മത്സ്യം വാങ്ങാതായിരിക്കുന്നു. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗമായി മുന്നോട്ട് പോകുന്നവരുടെ ഉപജീവനം തന്നെ വഴിമുട്ടിയ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് മത്സ്യമേഖലയിലുള്ളവരുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ.